ബിഗ് ബോസ് വീട്ടിൽ ജയിക്കുന്നത് ഒരാളാണ്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ സർവൈവ് ചെയ്യുന്നത് അത് എല്ലാവർക്കും പറ്റത്തില്ല. ചിലർക്ക് ഫെയിം കിട്ടും, ചിലർക്ക് കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടും, ചിലർക്ക് ഫോളോവേഴ്സ് കിട്ടും, ചിലർക്ക് കുറേ ഹെയ്റ്റ് കിട്ടും, ചിലർക്ക് ജീവിതം തന്നെ മാറും. പക്ഷെ ചിലർക്കോ ബിഗ് ബോസ് കഴിഞ്ഞാൽ ആളുകൾ പതിയെ പതിയെ അങ്ങ് മറക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ചില പ്രധാന മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ്. അപ്പോൾ ബിഗ് ബോസ് ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. സത്യത്തിൽ കഴിഞ്ഞ സീസൺ ഒരു സ്ട്രേഞ്ച് സീസൺ ആയിരുന്നു. പുറത്ത് നടന്ന കളികള്, PR ആരോപണങ്ങള്, ഫാൻ ഫൈറ്റ്, യൂട്യൂബ് ഡിസ്കഷൻസ് ഇതൊക്കെ ചേർന്നാണ് സീസൺ 7 ഈ ഒരു വലിയ റീച്ച് ഒക്കെ ഉണ്ടായത്. പക്ഷെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? വീടിനകത്തെ ഗെയിമിനെക്കാട്ടിയും പുറത്തെ ഗെയിം ആയിരുന്നു കൂടുതൽ ഡേഞ്ചറസ് ആയിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വ്യക്തി അനുമോള് തന്നെയാണ്. സത്യത്തിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കണക്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാലും ഈ പറയുന്ന അനുമോളുടെ പേരേ പറയാനുള്ളൂ.